ഗൂഗിൾ ആഡ്സ് കസ്റ്റമർ ഇൻട്രസ്റ്റ് അനാലിസിസ് മാർക്കറ്റിംഗ്. അതായത് നിങ്ങളുടെ ആഡ് ഏത് കസ്റ്റമർ കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട് ഉണ്ടാവുക എന്നറിയണമെങ്കിൽ ആ കസ്റ്റമറുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് അറിയണം. ഉദാഹരണത്തിന് ഒരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു കസ്റ്റമേഴ്സിനെ നിങ്ങളുടെ പുതിയ ഒരു ഹൈടെക് റെസ്റ്റോറൻറ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാണിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അതേസമയം ഫുഡ് എക്സ്പ്ലോർ ചെയ്യാതെ ഒരു ബേസിക് നീഡായി മാത്രം കാണുന്ന ഒരു കസ്റ്റമേഴ്സിനെയാണ് നിങ്ങൾ ഈ പുതിയ റെസ്റ്റോറൻറ്റ് ആഡ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെറ്റർ ക്വാളിറ്റി റിസൾട്ട് ഉണ്ടാകുമോ? തീർച്ചയായും ഉണ്ടാകില്ല. നിങ്ങൾ കുറച്ചൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ് നടത്തുന്നതെങ്കിൽ അവർ ആ ഒരു സർവീസ് സ്വീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൻ്റെ ആഡ് ആരെ കാണിക്കണം? ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നതും അതിനുവേണ്ടി ക്യാഷും ടൈമും സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവരെ കാണിക്കണം. അത്തരത്തിലുള്ള വ്യക്തികളെ എങ്ങനെ കണ്ടെത്താം? അത്തരത്തിലുള്ള വ്യക്തികളെ അവരുടെ ഗൂഗിൾ സെർച്ച് റിസൾട്ടുകളിൽ നിന്ന് ഗൂഗിൾ ആഡ്സിന് കണ്ടെത്തുവാൻ സാധിക്കും. അതായത് അത്തരത്തിലുള്ള വ്യക്തികൾ സോഷ്യൽ മീഡിയയിലും പലതരത്തിലുള്ള വെബ്സൈറ്റുകളിലും മറ്റും കമൻറ്റുകളും അവരുടെ ലൈക്കുകളും മറ്റും പങ്കുവച്ചിരിക്കും. ഇത് അനലൈസ് ചെയ്തുകൊണ്ട് ഒരു കസ്റ്റമർക്ക് ഫുഡ് റിലേറ്റഡ് വീഡിയോസിലും അതുപോലുള്ള കണ്ടന്റുകളിലും താല്പര്യമുണ്ടോ എന്ന് ആദ്യം മനസ്സിലാക്കുന്നു. ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ഗൂഗിൾ ആഡ്സ് അത്തരം ആളുകളിലേക്ക് മാത്രമായി നിങ്ങളുടെ ആഡ്സ് ടാർഗറ്റ് ചെയ്ത് കാണിക്കുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ക്വാളിറ്റി റിസൾട്ട് ലഭിക്കുന്നു. ഇതാണ് കസ്റ്റമേഴ്സിന്റെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഗൂഗിൾ ആഡ്സിന്റെ ടാർഗറ്റഡ് അഡ്വർടൈസ്മെന്റ്.